ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സിൻ്റെ എംബ്രോയ്ഡറി വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്നാണ് കാണിക്കാൻ പോണത്. അപ്പം മെറ്റീരിയലിനകത്തോട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഡിസൈൻ വരയ്ക്കുക, അല്ലാതുള്ളവരാണെങ്കിൽ ദാണ്ടെ ഒരു പേപ്പറിനകത്ത് ഇതേ കണക്ക് ഡിസൈൻ വരച്ചിട്ടൊന്ന് വെട്ടിയെടുക്കാം. അപ്പം ഞാൻ ഇതേ കണക്ക് പേപ്പറിനകത്ത് ഡിസൈൻ വരച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്, വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പല സൈസിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോടെ ഒന്ന് വരച്ചെടുക്കാം. അപ്പം ഞാൻ വെട്ടിയെടുത്ത പീസിനകത്തോടെ ഇങ്ങനെ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചിട്ട് ദാണ്ടെ ആ അകത്തുള്ള വര ഉണ്ടല്ലോ, അത് കുറച്ച് നീട്ടി വരയ്ക്കാം. അപ്പം ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എംബ്രോയ്ഡറി ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ 2 നീഡിലും എടുത്തിട്ടുണ്ട്. ഈ 2 നീഡിലെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് നീഡിൽ എന്ന് പറഞ്ഞാൽ ഈ ത്രെഡിനകത്ത് 6 നൂലാണ് വരുന്നത്. ഈ 6 നൂലും ഈ വലിയ നീഡിലിനകത്ത് കയറും. നിങ്ങളുടെ കയ്യിൽ ഇതേ കണക്ക് വലിയ നീഡിൽ ഇല്ലെങ്കിൽ ഈ ചെറിയ നീഡിലുണ്ടല്ലോ, അതിനകത്ത് ഈ ത്രെഡിനകത്തുള്ള 3 നൂലുണ്ടല്ലോ, 3 നൂല് കയറ്റിയിട്ട് മടക്കി കെട്ടിയാൽ മതി. അപ്പോൾ 6 നൂലായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വലിയ ത്രെഡിനകത്ത് 6 നൂല് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ട് മറ്റേ ഭാഗം കെട്ടി വെക്കാം. എന്നിട്ട് താണ്ടി ഇതേ കണക്ക് ഞാൻ എംബ്രോയ്ഡറി ഫ്രെയിമും കൂടെ എടുത്തിട്ടുണ്ട്. ഫ്രെയിം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രെയിം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രെയിം ഉള്ളവരാണെങ്കിൽ ഇതേ കണക്ക് ഫ്രെയിം സെറ്റ് ചെയ്യുക. ആ പ്ലെയിൻ ആയിട്ടുള്ള ഫ്രെയിം താഴെയും ലോക്ക് വരുന്ന ഫ്രെയിം മുകളിലും വെച്ചിട്ട് ഇതേ കണക്കൊന്ന് മുറുക്കി ടൈറ്റ് ആയിട്ട് കൊടുക്കുക. ഈ ഫ്രെയിമിന് അധികം പൈസയൊന്നും ആവത്തില്ല, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ത്രെഡ് താണ്ടെ ഏത് വശത്തു നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് അടിഭാഗത്ത് നിന്ന് ത്രെഡ് എടുക്കുക. അടിഭാഗത്ത് നിന്ന് സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി താഴോട്ട് ഇറക്കുക. എന്നിട്ട് നമ്മൾ കുത്തി ഇറക്കിയില്ലേ, അവിടുന്ന് കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കുത്തി ഇറക്കി താഴോട്ട് ഇറക്കിയില്ലേ, അവിടോട്ട് തന്നെ വീണ്ടും ഇറക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചെയ്യാതെ വീണ്ടും കുറച്ചും കൂടെ സ്പേസ് ഇട്ടിട്ട് വീണ്ടും താഴ്ന്ന് കുത്തി ഇറക്കുക. എന്നിട്ട് നമ്മൾ മേളിൽ നിന്ന് കുത്തി താഴോട്ട് ഇറക്കിയില്ലേ, അവിടോട്ട് തന്നെ വീണ്ടും കുത്തി ഇറക്കുക. ഇനി ഇതേപോലെ ഫുള്ളും ചെയ്തെടുക്കുക. ഇതെന്ന് പറയുന്ന ബാക്ക് സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ച് എന്നാണ്. അങ്ങനെ ഞാൻ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ഫുള്ള് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണേ.